ഹായ് ഓൾ, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഏജ് ഓഫ് ചോഷറാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാന് നോക്കുകയാണെങ്കിൽ 1343 ടു 1400 വരെയാണ്. അദ്ദേഹത്തിൻ്റെ പാരൻസ് ജോൺ ചോഷർ ആൻഡ് ആഗ്നസ് ചോഷറാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്ന പേരിലാണ്. അദ്ദേഹം നല്ലൊരു ഓതറാണ്, പോയറ്റാണ്, ഫിലോസഫർ ആൻഡ് ആൽക്കെമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് നോക്കുകയാണെങ്കിൽ ദ കാൻറ്റർബറി ടൈൽസ്, ദ ലെജൻഡ്സ് ഓഫ് ഗുഡ് വുമൺ, ദ ഹൗസ് ഓഫ് ഫെയിം ആൻഡ് ദ പാർലമെൻറ്റ് ഓഫ് ഫ്ലോസ്. ഇത്രയും വർക്ക്സാണ് മെയിനായിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഏജ് ഓഫ് ചോഷർ അറിയപ്പെടുന്നത് അൺറസ്റ്റ് ആൻഡ് ട്രാൻസിഷൻ എന്നുള്ള രീതിയിലാണ്. അൺറസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോ പീസ് എന്നുള്ള അർത്ഥമാണ്. അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ദ ഡെത്ത് ഓഫ് 2 കിങ്സ് ആണ്. എഡ്വേർഡ് തേർഡിൻ്റെയും റിച്ചാർഡ് സെക്കൻഡിൻ്റെയും ട്രാജിക് കിങ് എന്ന് പറയുന്ന പൊസിഷനിലുള്ള ട്രാജിക് എൻഡാണ് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ ദ 100 Years വാറാണ്. 1337 ടു 1453 വരെയുള്ള ഈ ഒരു വാറാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ഈ ഒരു വാറിൻ്റെ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് എഡ്വേർഡ് തേർഡും ഫ്രാൻസ് ഫിലിപ്പ് സിക്സിൻ്റെ കീഴിലുമായിരുന്നു. ഈ ഒരു യുദ്ധത്തിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗസ്കോണി എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ സ്ഥലം ഇംഗ്ലണ്ടുകാർ പിടിച്ചടക്കി. സെയിൻറ്റ് സർദാസ് വാറിൽ 1324 ചാൾസ് ഓഫ് വാലോയ്സ് ആയിരുന്നു ഇത് പിടിച്ചടക്കിയത്. ചാൾസ് IV ഈ ഒരു സ്ഥലം 1325 റിട്ടേൺ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ കൂടി ഇത് ഡിലേ ആയതിനെ തുടർന്ന് വീണ്ടും അവിടെ ഒരു യുദ്ധം ഉണ്ടാവുകയാണ് ചെയ്തത്. ഇതൊരിക്കലും ഒരു കണ്ടിന്യൂസ് വാറല്ല. ചില സ്ഥലങ്ങളിൽ ചില ഭാഗങ്ങൾ കീഴടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ 116 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായെന്നാണ് പറയുന്നത്. ഇതിലുണ്ടായിരുന്ന മെയിൻ വാർ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ക്രസി, ബാറ്റിൽ ഓഫ് പോയിറ്റിയസ് എന്നുള്ള യുദ്ധങ്ങളൊക്കെയാണ്. തേർഡ് റീസൺ എന്ന് പറയുന്നത് ബ്ലാക്ക് ഡെത്ത് ആണ്. ബ്ലാക്ക് ഡെത്തിനെ ദ ഗ്രേറ്റ് പ്ലാഗ് അല്ലെങ്കിൽ ദ പെസ്റ്റിലൻസ് എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1348 ടു 1349 വരെയാണ് ഈ ഒരു പ്ലാഗ് നടന്നിരുന്നത്. 75 ടു 200 മില്യണോളം ആളുകൾ യുറേഷ്യയിലും ആഫ്രിക്കയിലായിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. യൂറോപ്പിൽ 1/3 പാർട്ട് ഓഫ് പോപ്പുലേഷന് ഇല്ലാതായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പ്ലാഗ് കാരണം ഒരുപാട് ലേബേഴ്സ് ഇല്ലാതാവുകയും ലാൻഡ് ഓണേഴ്സിന് അത് വളരെയധികം മോശമാക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലേബേഴ്സ് ഇല്ലാതായതോടുകൂടി ഉള്ള ലേബേഴ്സിൻ്റെ വേജ് കൂട്ടിക്കൊടുക്കേണ്ടി വന്നു. പിന്നീട് ഈ ഒരു പ്ലാഗ് റീഅപ്പിയർ ചെയ്തത് 1361, 1362 ആൻഡ് 1369 സമയത്തായിരുന്നു. ഫോർത്ത് റീസൺ എന്ന് പറയുന്നത് പീസൻസ് റിവോൾട്ടാണ്. 1381 പീസൺ റിവോൾട്ട്. ഇതിന് പറയുന്ന മറ്റൊരു പേരുകളാണ് ദ ഗ്രേറ്റ് റൈസിങ്, ദ വാട്ട് ടൈലേഴ്സ് റെബല്ലിയൻ. 100 Years വാർ ഉണ്ടായ സമയത്ത് കൺട്രിയുടെ എക്കണോമിയിൽ വളരെയധികം ഡ്രെയിനേജ് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കാരണത്താൽ ഹെവി ടാക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ഹെവി ടാക്സിന് പറയുന്ന പേരാണ് പോൾ ടാക്സ് അല്ലെങ്കിൽ ഹെഡ് ടാക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ടാക്സ് ഈക്വലിയാണ് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഈക്വലിയാണ് അവരെടുത്തിരുന്നത്. പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നായാലും പണക്കാരുടെ കയ്യിൽ നിന്നായാലും ഈക്വലിയാണ് എടുത്തിരുന്നത്. അതോടനുബന്ധിച്ച് പീസൻസ് ഒരു റിവോൾട്ട് എഗെയിൻസ്റ്റ് ദ ടാക്സിനെ നടത്തി. അതിലെ മെയിൻ ലീഡർഷിപ്പ് വഹിച്ചിരുന്നത് വാട്ട് ടൈലർ, ജാക്ക് സ്ട്രോ ആൻഡ് ജോൺ ബോൾ ആയിരുന്നു. ഈ പ്രൊട്ടസ്റ്റേഴ്സ് ലണ്ടൻ അറ്റാക്ക് ചെയ്ത് പിന്നീട് കാൻറ്റർബറിയിലുള്ള ആർക്കി ബിഷപ്പായ സൈമൺ സഡ്ബറിനെ അവർ ഇല്ലാതാക്കി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ട്രാൻസിഷൻസ് ആണ്. ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഏജ് ഓഫ് ചോഷറിൽ ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് മിഡീവിയലിസം ഡിക്ലൈൻ ചെയ്തിട്ട് മോഡേണിസം ഗ്രോ അപ്പ് ചെയ്യാൻ തുടങ്ങി. സെക്കൻഡ് റീസൺ ചർച്ചിൻ്റെ പ്രസ്റ്റേജ് ഇല്ലാതാവാൻ തുടങ്ങി. അതായത് ചർച്ചായിരുന്നു സൊസൈറ്റിയുടെ ഡോമിനേഷൻ അല്ലെങ്കിൽ സുപ്രീമസി ചർച്ചിനായിരുന്നു. പക്ഷേ വൈക്ലിഫ് എന്ന് പറയുന്ന വ്യക്തി ചർച്ചിൻ്റെ സുപ്രീമസിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞത് ബൈബിളാണ് റിലീജിയസ് അതോറിറ്റിയിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, ചർച്ചിനല്ല എന്നുള്ളത് അദ്ദേഹം കൊടുത്തു. ബൈബിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും വായിക്കാനുള്ളൊരു സംഭവമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പിന്നീട് ബൈബിള് വെർണാക്കുലർ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്വന്തം ലാംഗ്വേജ്, അതായത് ആ സമയത്ത് അവരുടെ ലാംഗ്വേജ് ആയിട്ടുള്ള മിഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ബിലീവ് ചെയ്യുന്നവരെ ലോലഡ്സ് എന്ന പേരിലും അദ്ദേഹം വിളിക്കാൻ തുടങ്ങി. ഈ ഏജ് ഓഫ് ചോഷറിൻ്റെ സമയത്ത് ചർച്ചിലെ കറപ്ഷൻസ്, അഴിമതികൾ കൂടാൻ തുടങ്ങി.
അതുപോലെ ക്ലർജിമാർ അവരുടെ വെൽത്ത് കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഗോഡ് പറഞ്ഞതിനേക്കാളും വേറെ രീതിയിൽ, അതായത് ആർഭാടമായി ജീവിക്കാനൊക്കെ തുടങ്ങിയെന്നാണ് പറയുന്നത്. തേർഡ് ചേഞ്ച് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് നാഷണൽ സെൻറ്റിമെൻ്റ് ആണ്. അതായത് ദേശസ്നേഹം കൂടാൻ തുടങ്ങി. 100 years വാറിന് ശേഷം ആളുകളുടെ മനസ്സിലൊക്കെ പാട്രിയോട്ടിസം കൂടാൻ തുടങ്ങി. അതോടനുബന്ധിച്ച് ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടാൻ സാക്സൺ, നോർമൺസ്, ഡെയിന് എന്നീ വർഗ്ഗക്കാർ ഒന്നിച്ചിട്ട് ഇംഗ്ലീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഭാഷകളിലും ആചാരങ്ങളിലും സ്വഭാവങ്ങളിലൊക്കെ ഒരു യൂണിറ്റ് വരാൻ തുടങ്ങി. 4ാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ചിങ് ലാംഗ്വേജ് ആണ്. ആ സമയത്ത് 5 ഇംഗ്ലീഷ് ഡയലക്ട്സ് ആണ് ഉണ്ടായിരുന്നത്. നോർത്തേൺ, ഈസ്റ്റ് മിഡ്ലാൻഡ്, സൗത്ത് വെസ്റ്റേൺ, വെസ്റ്റ് മിഡ്ലാൻഡ്, കെൻറ്റിഷ്. പിന്നീട് ലണ്ടന് ഈസ്റ്റ് മിഡ്ലാൻഡ് ലാംഗ്വേജ് അംഗീകരിച്ച്. ആ ഒരു ലാംഗ്വേജ്, ഈസ്റ്റ് മിഡ്ലാൻഡ് ലാംഗ്വേജ്, യൂണിവേഴ്സിറ്റീസ് അംഗീകരിച്ചിട്ടുള്ളൊരു ലാംഗ്വേജായിട്ട് പിന്നീട് വരികയാണ് ചെയ്തത്. ഇത്രയും ചേഞ്ചസ് ആണ് മെയിനായിട്ട് ദ ഏജ് ഓഫ് ചോഷറിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ദ ഏജ് ഓഫ് ചോഷറിൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. അതിൽ ഫസ്റ്റ്, ചോഷ്യസ് ഫ്യൂഡൽ സൊസൈറ്റി വാസ് ഡിവൈഡ് ഇൻ ടു 3 എസ്റ്റേറ്റ്. ചോഷ്യറിൻ്റെ ഫ്യൂഡൽ സൊസൈറ്റി 3ആയിട്ട് തരംതിരിച്ച് ദ ചർച്ച്, ദ നൈറ്റ്, ദ പെസൻട്രി എന്ന് പറഞ്ഞിട്ട്. ദ ചർച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലർജിമാരും അതുപോലെ പ്രേ ചെയ്യുന്ന ആളുകളാണ് ചർച്ചിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. എപ്പോഴും ചർച്ചായിരുന്നു സൊസൈറ്റിയെ ഡൊമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അവർ നൽകുന്ന റോൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവ് ഇൻ വിർച്വസ് ലൈഫിൽ ജീവിക്കുക, അതുപോലെ ഹെൽ ആൻഡ് ഹെവൻ ഉണ്ടെന്ന് വിശ്വസിക്കുക, ചാരിറ്റി, മറ്റുള്ളവർക്ക് ചാരിറ്റി ചെയ്യുക. ഈ സമയത്ത് ചർച്ചുകാർ ടൈത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാക്സ് ആളുകളുടെ കയ്യിൽ നിന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് വർഷത്തിലൊരിക്കൽ 10 ഭാഗം അവരുടെ ഇൻകത്തിൽ നിന്ന് 10 ഭാഗം ടാക്സ് ആയിട്ട് കൊടുക്കണം എന്നുള്ളൊരു ഇത് വന്നു. അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് ആ സമയത്ത് ബൈബിള് വായിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദ നൈറ്റ്സ് ആണ്. നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോദ്ധാക്കൾ അല്ലെങ്കിൽ മഹാന്മാരെയാണ് നമ്മൾ ഈ നൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ നൈറ്റ്സിന് യാതൊരു വിധത്തിലുള്ള ഫിയറും ഉണ്ടാകത്തില്ല. അതുപോലെ അവർ ചാരിറ്റിയിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ നല്ല വിശ്വാസികളും ആയിരിക്കും. അവർ എപ്പോഴും കോഡ് ഓഫ് ചിവാൽട്രിയും കോർട്ട്ലി ലവും ഫോളോ ചെയ്തവരായിരിക്കും. കോഡ് ഓഫ് ചിവാൽട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോട് നല്ല പൊളൈറ്റായിട്ട് സംസാരിക്കുക, പൊളൈറ്റായിട്ട് കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ആൾക്കാരെയാണ് ചിവാൽട്രി എന്ന് പറയുന്നത്. ഈ കോർട്ട്ലി ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ്സ് ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ലവ് ഉണ്ടായിരിക്കണം, പക്ഷേ യാതൊരു വിധത്തിലുള്ള റിലേഷൻഷിപ്പിലും ഏർപ്പെടാൻ പാടില്ല. നെക്സ്റ്റ്, നൈറ്റ്സ് ഒരിക്കലും ഒരു ട്രൈഡറോ അല്ലെങ്കിൽ ഒരു മെർച്ചൻസോ ആവാൻ പാടില്ല. അടുത്തത്, നൈറ്റ്സ് എങ്ങനെയാണ് റിച്ച് മാൻ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്റിൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കൊള്ളയടിച്ചിട്ടാണ് അവർ റിച്ച് മാൻസായി മാറുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ദ പെസൻട്രി എന്ന് പറയുന്ന 3rd എസ്റ്റേറ്റാണ്. ദ പെസൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്ലാസ്സിനെയാണ് പെസൻട്രി എന്ന് പറയുന്നത്. അതായത് ചർച്ചസിനും ഈ നൈറ്റ്സിനും ഫസ്റ്റത്തെ 2 എസ്റ്റേറ്റ്സിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെയാണ് പെസൻട്രി എന്ന് പറയുന്നത്. ഇവർ ഒരിക്കലും ആദ്യത്തെ 2 എസ്റ്റേറ്റിലുള്ള മെമ്പേഴ്സ് ആകത്തില്ല. പിന്നെ അടുത്തത് പറയാനുള്ളത് അവരൊരിക്കലും ലക്സുറിയസ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത്രയാണ് 3 എസ്റ്റേറ്റ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വുമണാണ്. വുമണിനെ നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വേർജിൻ, വൈഫ്, വിഡോ. ഫസ്റ്റ് എസ്റ്റേറ്റിലെയും സെക്കൻഡ് എസ്റ്റേറ്റിലെയും വുമൺസിന് മാത്രമേ ഈ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നുള്ളൂ. മാരേജ് എന്ന് പറയുന്നത് അവർക്ക് എക്കണോമിക്കൽ നെഗോസിയേഷൻ പോലെയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ചൈൽഡ് മാരേജ് ഉണ്ടാകുന്നത്. ഡിവോഴ്സ് എന്ന് പറയുന്നത് സമ്പന്നർക്ക് പെട്ടെന്ന് അത് കിട്ടിയിരുന്നു. വുമൺസിന് പ്രോപ്പർട്ടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് അവർക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ദ ഏജ് ഓഫ് ചോഷറിൽ മെയിനായിട്ട് വരുന്നത്.